365 ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ്. വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ. നിക്ഷാൻ ഇലക്ട്രോണിക്സ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ രത്നകുമാരി തെരഞ്ഞെടുക്കപ്പെട്ടു. UDF-ലെ ജൂബിലി ചാക്കോയെ 7-നെതിരെ 16 വോട്ടുകൾ നേടിയാണ് രത്നകുമാരി വിജയിച്ചത്. വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത് എന്നും എല്ലാവരെയും ഒന്നിച്ചു നിർത്തി വരും വർഷങ്ങളിൽ നൂതനമായ ആശയങ്ങൾ ഉൾപ്പെടെ ആവിഷ്കരിച്ച് മുന്നോട്ടു പോകുമെന്നും ജാമ്യവ്യവസ്ഥ ലംഘനം ഉണ്ടാകേണ്ടെന്ന് കരുതിയാണ് PP ദിവ്യ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നത് എന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് കെ രത്നകുമാരി പറഞ്ഞു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും ADM നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ PP ദിവ്യ സ്ഥാനമൊഴിഞ്ഞതോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. UDF-ലെ ജൂബിലി ചാക്കോയെ 7-നെതിരെ 16 വോട്ടുകൾക്കാണ് രത്നകുമാരി പരാജയപ്പെടുത്തിയത്. വോട്ടെടുപ്പിൽ നിന്ന് PP ദിവ്യ വിട്ടുനിന്നു. പ്രതീക്ഷിതമാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പം തദ്ദേശ സ്ഥാപനത്തിന് ഒരു അധ്യക്ഷയായി ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ അത് ബോധപൂർവ്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ. അത്തരം കാര്യങ്ങളൊന്നും ഇപ്പം പരാമർശിക്കുന്നില്ല. ഞങ്ങളുടെ ഭരണസമിതിയിൽ ഇപ്പം 24 മെമ്പർമാരാണുള്ളത്. 24 മെമ്പർമാരുടെയും പൂർണ്ണമായ സഹകരണത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവും എന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട്.